നീണ്ട 17 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം തുടരുകയാണ്. ആശാ വർക്കർമാരുടെ സമരത്തെ വീണ്ടും അധിക്ഷേപിക്കുന്നു CPM. സമരം ചെയ്യുന്നത് ഈർക്കിൽ സംഘടനയെന്നാണ് തൊഴിലാളി നേതാവ് എളമരം കരീമിന്റെ അടുത്ത പരിഹാസം. ആലപ്പുഴയിൽ നാളെ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെ പൊളിക്കാൻ CITU ബദൽ മാർച്ച് നടത്തും. എന്നാൽ സർക്കാരിനോട് കണ്ണു തുറക്കാൻ CPI ആവർത്തിച്ചു പറയുന്നുമുണ്ട്. കേരളത്തിലെ തൊഴിലാളി നേതാവ് ആവർത്തിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് ഈ സമരത്തെ. സ്ത്രീപക്ഷ സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നീതിക്കായി ഒരു കൂട്ടം ആശാ വർക്കർമാർ തെരുവിലിറങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. മാധ്യമ ശ്രദ്ധ കിട്ടിയപ്പോൾ അവർക്ക് ഹരമായി എന്നാണ് എളമരം കരീമിന്റെ ഭാഷ്യം. നാളെ ആലപ്പുഴയിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് പോകരുതെന്ന് CITU നിർദ്ദേശം നൽകി കഴിഞ്ഞു. CITU മെമ്പർഷിപ്പിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും 27-ാം തീയതി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളവർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നവർ പോവുക. അല്ലാതെ ഈ CITUവിനോട് ചേർന്ന് നിൽക്കുന്ന ആരും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നത് മുഴുവൻ ആശാ വർക്കർമാരല്ല, അവർക്കിടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുമുണ്ടെന്ന് ഈ ഓഡിയോ സന്ദേശത്തിൽ അധിക്ഷേപിക്കുന്നു. ഇപ്പൊ അവിടെ സെക്രട്ടേറിയറ്റിൽ സമരത്തിലിരിക്കുന്നവര് എല്ലാവരും ആശമാരാണ്, തൊഴിലാളികളാണ്. നിങ്ങൾക്ക് അറിയത്തില്ല, തൊഴിലുറപ്പ് തൊഴിലാളികളടക്കമുള്ളവരെ കൊണ്ടുപോയി നിർത്തിയിട്ട് പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്ന് രാജിവെച്ച് സമരത്തിന് പോകണമെന്ന താക്കീതും നൽകുന്നുണ്ട് തൊഴിലാളി സംഘടന. നാളത്തെ മാർച്ചിന് ബദലായി പ്ലാൻ B ആയി CITU ആലപ്പുഴയിൽ സമരം സംഘടിപ്പിക്കും. 2 സമരവും നാളെ ഒരേ സമയത്താണ്. ചുവപ്പും വെള്ളയും വസ്ത്രം ധരിച്ച് താൻ ആശാമാർക്ക് CITU നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാണെന്നാണ് വാദം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 600 രൂപ ഒരു ദിവസം കൂലി കിട്ടണമെന്നും 1 വർഷത്തിൽ 200 ദിവസത്തെ ജോലി കിട്ടണമെന്ന ആവശ്യമുയർത്തുന്നത് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആശാവർക്കർമാരുടെ ചില പ്രശ്നങ്ങളെ ഉപയോഗിച്ച് തൊഴിലാളി പ്രസ്ഥാനത്തിനും ഗവൺമെന്റിനുമെതിരായി രംഗത്ത് വരാൻ തെറ്റായ പ്രചാരവേലകൾ നടത്തുന്നത്. കണ്ണു തുറക്കാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് മുന്നണിയിൽ നിന്ന് CPI. തൊഴിലാളികൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ടാണ് ഈ ആശാ വർക്കർമാർ അവരുടെ സമരം ന്യായമാണെന്ന് ആവർത്തിച്ചതുകൊണ്ടാണ് പറയുന്നത്. അവർ ചർച്ച നടത്തിയിരുന്നു. തീർച്ചയായിട്ടും വീണ്ടും ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. സമരം പിൻവലിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് ആശാ വർക്കർമാർ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 224 ചർച്ച ചെയ്യുന്നത്. മിനി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ബൽദേവ് CPM സഹയാത്രികനുമാണ് നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. ആദ്യം ശ്രീ മിനിയിലേക്കാണ്. ശ്രീമതി മിനി, ഇതാ ഇന്നലെ അന്ത്യശാസനവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പരിഹാസമോടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് അന്ത്യശാസനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശം, അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. പിന്മാറാൻ നിങ്ങൾ ഒരുക്കമാണോ? ഞങ്ങൾ പിന്മാറാൻ ഒരിക്കലും ഒരുക്കമല്ല. കാരണം പിന്മാറാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തതിൻ്റെ കുടിശ്ശിക തരാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. നിങ്ങൾ വേതനമില്ലാതെ പണിയെടുക്കണമെന്ന് നിർബന്ധിക്കുക. ഞങ്ങൾ വേതനമൊന്നും തരില്ല, നിങ്ങൾ നാളെയും വീണ്ടും വന്ന് പണിയെടുക്കണം. ഇതെന്ത് തരം ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല. 17 ദിവസം പിന്നിടുകയാണ് സമരം തുടങ്ങിയിട്ട്. 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇന്നലെയാണ് 2 മാസത്തെ കിട്ടുന്നത്. ഇപ്പോഴും 1 മാസം കുടിശ്ശികയാണ്. അത് സംബന്ധിച്ച് സർക്കാരിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ജോലി ചെയ്താൽ കൂലി തരാതിരിക്കുകയും കൂലി ചോദിക്കുമ്പോൾ നിങ്ങളെ പുറത്താക്കുമെന്ന് പറയുകയും, അങ്ങനെ സമരം ചെയ്താൽ സമരത്തെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, കേസെടുക്കുക, വിരട്ടുക, എന്തൊക്കെ നടപടികളാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എത്രയോ ലളിതമാണ് സമരം ചെയ്യുന്ന ആളുകളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ലളിതമായ മാർഗമല്ല സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആശാ വർക്കർമാരെ ഗവൺമെൻറ്റിനെതിരെ ഒരു യുദ്ധമുഖത്ത് നിർത്തുന്നത് പോലെ നിർത്തിക്കൊണ്ടുള്ള നടപടികളാണ് സർക്കാർ ചെയ്യുന്നത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്, NHMനെ ഉപയോഗിച്ചുകൊണ്ട്, ഇതെല്ലാം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരെ അധിക്ഷേപിച്ചുകൊണ്ട് നേതാക്കന്മാർ സംസാരിക്കുകയാണ്. എത്ര ബാലിശമായ കാര്യങ്ങളാണ്. നിങ്ങൾ ആശാ വർക്കർമാർക്ക് എന്താണ് ID കാർഡ് കൊടുക്കാത്തത്? അപ്പോൾ ID കാർഡ് കൊടുക്കാതിരിക്കുകയും അവർക്ക് യൂണിഫോം കൊടുക്കാതിരിക്കുകയും സമരം ചെയ്യുമ്പോൾ പറയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർ വരില്ല കേട്ടോ. അവർക്ക് 340 രൂപ അവർക്ക് വരുമാനമുണ്ട്. അവർ ഈ ദിവസം 232 രൂപ വരുമാനം ഇല്ലാത്ത ആളുകളോടൊപ്പം സമരം ചെയ്യാൻ അവർ വരേണ്ട കാര്യമില്ല. ഇത് വളരെ കൃത്യമായി ആലോചിച്ച് തീരുമാനിച്ചെടുത്ത സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇത് പൊടുന്നനെ വന്നൊരു സമരവുമല്ല.
കഴിഞ്ഞ മാസം ജനുവരി 24-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം നടത്തിക്കൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അധികാരികളെ കണ്ടുകൊണ്ട് നിവേദനം കൊടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചതാണ് ഈ വരുന്ന ബജറ്റിൽ മാന്യമായൊരു വേതനവും വിരമിക്കൽ ആനുകൂല്യമായ 5 ലക്ഷവും നൽകുന്നില്ലെങ്കിൽ ഞങ്ങളൊരു സമരത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന്. അത് കഴിഞ്ഞിട്ടോ സമരം തുടങ്ങിയിട്ട് 2ാമത്തെ ദിവസം നടത്തിയ ചർച്ചയിൽ പോലും ഒരു കാര്യങ്ങളും ആലോചിക്കാതെ പഴയതുപോലെ തന്നെ ധനകാര്യ വകുപ്പിൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് ആളുകളെ കൈയൊഴിയാണ് ചെയ്തത്. ഇതെങ്ങനെയാണ് ഇതൊരു സമരമുഖത്ത് എടുക്കേണ്ട നിലപാടാണോ ഇത്? ഇന്ന് ഭരിക്കുന്ന ആളുകൾ ധാരാളം സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ത്യാഗോജ്ജലമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ ഒളിവിലൊക്കെ ഇരുന്നാണ്, വലിയ വീടുകളുടെ തട്ടിൻപുറത്തൊക്കെ ഒളിച്ചിരുന്നാണ് പ്രവർത്തിച്ച് ഈ നിലയിലേക്ക് എത്തിയത്. പക്ഷേ അവരിന്ന് സാധാരണക്കാരായ ആളുകൾ, പട്ടിണി കിടക്കുന്ന ആളുകൾ അതിജീവനത്തിനായി സമരം നടത്തുമ്പോൾ ആക്ഷേപിക്കുകയാണ്. വളരെ കഷ്ടമാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് സഹിക്കില്ല, പൊറുക്കില്ല. അതാണ് ആക്ഷേപം, അധിക്ഷേപം, പരിഹാസം, ഈ തരത്തിലുള്ള നീക്കങ്ങളാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും മറ്റു പോഷക സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. ശ്രീ ബൽദേവ്, ഇപ്പോൾ മിനി പറഞ്ഞതിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, അതായത് എന്തിനാണ് ഈ അധിക്ഷേപം, എന്തിനാണ് സമരം നടത്തുന്ന ആരായിക്കോട്ടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അത് ന്യായമാണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഇന്നലെ ശ്രീ MV ജയരാജൻ ഈ കോടതി വഴി തടഞ്ഞുള്ള സമരത്തിനെതിരെ കോടതി അതിൽ നോട്ടീസ് നൽകിയപ്പോൾ ആ നോട്ടീസ് മടക്കി ഞാൻ പോക്കറ്റിലിട്ടിട്ടുണ്ട്, സമരത്തെ തകർക്കാൻ അനുവദിക്കില്ല, അതിനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സമരവുമായി സമരത്തെ അംഗീകരിക്കുന്ന സമരമാർഗം മുന്നോട്ട് വരുന്ന ഒരു പ്രസ്ഥാനം, ഒരു ആശയത്തിന്മേൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം, അതേ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് എന്തിനാണ് ഈ അധിക്ഷേപം ഈ സമരം ചെയ്യുന്ന ആളുകളോട്? സമരം ചെയ്യുന്നതിന് ഗവൺമെന്റ് എതിരല്ല. സമരം ആർക്കും ചെയ്യാം, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യാം. ഇവിടെ നമ്മുടെ പ്രശ്നം പ്രധാനമായിട്ട് അതല്ല. ഇവിടെ നമുക്കറിയാം, കേരളത്തിലെ 2025 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് 26,448 ആശാ വർക്കർമാരുണ്ട്. അവർ റൂറൽ, അർബൻ, ട്രൈബൽ മേഖലകളിലായിട്ട് അവർ സാമൂഹ്യ പ്രവർത്തനമാണ് അവർ പ്രധാനമായിട്ട് നടത്തുന്നത്. അപ്പൊ ഇവർക്ക് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ NRHMന്റെ കീഴിലാണ് ഇവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കേന്ദ്ര ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങുമ്പോൾ തന്നെ 2005-ലാണ് ഡോക്ടർ കിരൺ മാറ്റൻ ഡൽഹിയിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഇന്ത്യ മൊത്തം 10 ലക്ഷത്തോളം ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ആശാ വർക്കർമാരുടെ ഓണററി കുറവാണെന്ന് ഞാനും അംഗീകരിക്കുന്നത്. 232 രൂപ എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് തുടങ്ങുമ്പോൾ ഈ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് NRHM എന്ന് പറഞ്ഞത് 60:40 എന്ന്, അതായത് 60% കേന്ദ്ര ഗവൺമെന്റ് 40% സംസ്ഥാന ഗവൺമെന്റ് നൽകണമെന്നായിരുന്നു ആ ഒരു വ്യവസ്ഥ. അത് മാറി മാറി നമുക്കറിയാം. ഗവൺമെന്റ് ഇവർ 2014 2000 രൂപയിൽ താഴെ ആയിരുന്നു ഇവരുടെ ഇൻസെന്റീവ് ഓണററി കിട്ടിയിരുന്നത്. ഇപ്പോൾ അവരുടെ കണക്കനുസരിച്ച് ഏകദേശം 7,000-ഓളം രൂപ ഇൻസെന്റീവ് ഓണററിയും മറ്റു ഫോൺ അലവൻസും എല്ലാം കൂടെ അത്രയും തുകയോളം വരും. പക്ഷേ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇവർക്ക് കൊടുക്കേണ്ട വീതത്തിന്റെ പൈസ തന്നിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ 25,000-ഓളം വരുന്ന ഇവർക്ക് പൈസ കൊടുക്കുന്നത്. ഇപ്പൊ മിനി തന്നെ പറഞ്ഞവർക്ക് 1 മാസത്തെ കുടിശ്ശികയുള്ളൂ, 2 മാസത്തെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. 1 മാസത്തെ കുടിശ്ശിക വരാൻ പാടില്ല, കാര്യം ജോലി ചെയ്യുന്നവർക്ക് കൂലി കൃത്യമായിട്ട് കൊടുക്കണമല്ലോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ 10,40,000 പേര് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടിയ ഓണററി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 7,000 രൂപയാണ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ 5,000 രൂപയാണ് കൊടുക്കുന്നത്. മഹാരാഷ്ട്രയിൽ കൊടുക്കുന്ന 5,000-ആണ്. വെറും 2,000 രൂപ കൊടുക്കുന്ന മണിപ്പൂറുണ്ട്. സാങ്കേതിക തടസ്സമുണ്ട്, അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി മിനി, അദ്ദേഹം പറഞ്ഞു വരുന്ന ഇതാണ്, സംസ്ഥാനമല്ല കേന്ദ്രമാണ് നിങ്ങൾക്ക് പണം തരേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യം. അദ്ദേഹം 10,000 രൂപ കൊടുക്കുന്ന സിക്കിമിനെ വളരെ ബോധപൂർവം വിട്ടുകളഞ്ഞത് ശരിയായില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, 1000 ആളുകൾക്കാണ് ഒരു ആശയം എന്ന നിലയിലാണ് ആദ്യം ഇത് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ പിന്നീട് 1000 ജനസംഖ്യ എന്നുള്ളത് മാറ്റി ഒരു വാർഡിന് ഒരു ആശയം നിലയ്ക്ക് അത് മാറ്റി പ്രതിഷ്ഠിച്ചു. അപ്പം നമ്മൾ കാണുന്നത് എന്താണ്, 2,500 3,500 പോപ്പുലേഷൻ ഒരു വാർഡിലുണ്ടാവും എന്ന് പറഞ്ഞാൽ 3 ആശാ വർക്കർമാർ മിനിമം ജോലി ചെയ്യേണ്ട സ്ഥലത്ത് ഒരാശ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ 3 ആൾക്ക് കൊടുക്കേണ്ട ഓണറേറിയത്തിൻ്റെ തുക ഇവർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അമിതമായൊരു ജോലിഭാരം എടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ട് വളരെ സ്വാഭാവികമായ നീതിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? കേരളത്തിൻ്റെ ജീവിത സൂചിക നില വളരെ ഉയർന്നതാണ്.
ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം, നമുക്ക് വൈദ്യുതി വേണം, നമുക്ക് വെള്ളം വേണം, നമുക്ക് പാർപ്പിടം വേണം തുടങ്ങി മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ജീവിത നിലവാരമാണോ കേരളം പുലർത്തുന്നത്? അതുകൊണ്ടാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ ഒരു മെച്ചപ്പെട്ട കൂലിക്ക് വേണ്ടി കേരളത്തിലേക്ക് വരുന്നത്. നമ്മളാരും മലയാളികൾ ഉത്തരേന്ത്യയിലേക്കല്ലല്ലോ പോകുന്നത്, മലയാളികൾ പോകുന്നത് ഗൾഫിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമാണ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ കേരളത്തെ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ പറയുന്നതല്ല, കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ കൃത്യമായി അത് പറയാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അമിത ജോലിഭാരം അടിച്ചേൽപ്പിച്ചിട്ട് വഴിയെ പോകുന്ന എല്ലാ പണിയും ചെയ്യാൻ ആശാവർക്കർമാരെ നിർബന്ധിച്ചിട്ട് നിർബന്ധിത സേവനം. നേരത്തെ അറിയാം, ആശാവർക്കറായിരിക്കുന്ന ആളിന് മറ്റെന്തെങ്കിലും ഒരു തൊഴിലിലൂടെ പോകാമായിരുന്നു, ഓണറേറിയം. ഇത് ആദ്യമായിട്ടല്ല കുടിശ്ശിക വരുന്നത്. നമ്മുടെ ബഹുമാന്യ വ്യക്തി പറയുന്നത് കേട്ടാൽ തോന്നും ആദ്യമായിട്ടാണ് കുടിശ്ശിക വരുന്നത്. ഈ ആശ എന്ന് പറയുന്ന ഈ സ്കീമിനകത്ത് ചേർന്ന കാലം മുതൽ കുടിശ്ശികയാണ്, ഒരിക്കൽ പോലും സമയബന്ധിതമായി കൊടുത്തിട്ടില്ല. അപ്പോൾ നേരത്തെയുള്ള കാലങ്ങളിൽ ആളുകൾ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുമായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മറ്റൊരു ജോലിക്കും പോകാൻ പാടില്ലെന്ന് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, ഉത്തരവുണ്ട് ഈ കേരളത്തിൽ. ആശാവർക്കർമാർ ഈ പണിക്ക് മാത്രമേ പോകുള്ളൂ. അങ്ങനെ പറയുന്ന ഗവൺമെൻറ് ഒരു കാര്യം കൂടെ ചെയ്യണ്ടേ? ഈ ആളുകളുടെ ജീവിക്കാനുള്ള വരുമാനം കൂടെ കൊടുക്കണ്ടേ? ശരി, സൗജന്യമായി ചെയ്യാം. ഇപ്പോൾ നാളെ മുതൽ സമരത്തിന് ഇറങ്ങാൻ, അല്ലെങ്കിൽ ഇന്നു മുതൽ സമരത്തിന് പോകാതെ ഫീൽഡിൽ പോകണമെന്നും പ്രവർത്തിക്കണമെന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ പണിമുടക്കിന് നിൽക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നു. CI2 നടത്തുന്ന സമരപരിപാടികൾക്ക് മാത്രമേ പോകാവൂ എന്ന് പറയുന്നു. നിങ്ങൾ ഫോൺ വിളിച്ചാൽ നിങ്ങൾ എടുക്കരുതെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഇവരുടെ വരുമാനത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നില്ല? അപ്പോൾ കേരളത്തിലെ 26,000-ഓളം വരുന്ന ആശമാരുടെ ശബ്ദമാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് മുഴങ്ങുന്നത്. എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ബഹുഭൂരിപക്ഷം ആളുകളും വാടക വീട്ടിൽ കഴിയുന്നവരും. ബൽദേവിന്റെ സംഗീത തടസ്സം നീങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ബൽദേവ്, ഇവിടെ മിനി ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് കേരളത്തിന്റെ നമ്മുടെ ഒരു ചുറ്റുപാട്, നമ്മുടെ ഒരു ജീവിത അന്തരീക്ഷം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങൾ, അങ്ങ് ഈ പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പോലെയല്ല. നമ്മുടെ നാട്ടിൽ കൂലിപ്പണി ചെയ്തു പോരുന്ന ഒരാളുടെ വരെ വേതനം എത്രയാണ് മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത് നമുക്കറിയാം. ഒന്ന് അത്, മറ്റൊന്ന് കേന്ദ്രമാണ് തരേണ്ടതെന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആരാണ് ഇവർക്ക് ഈ തുക നേടിക്കൊടുക്കേണ്ടതെന്നുള്ളതാണ്. മറ്റൊരു കുടിശ്ശികേന്റെ ഒക്കെ കാര്യം മിനി സൂചിപ്പിക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് ആവശ്യപ്പെടാനല്ലേ പറ്റൂ. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് തന്നെ ഇവരുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞല്ലോ, നമുക്ക് ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യാം. പിന്നെ സംസ്ഥാന ഗവൺമെന്റിനെ ഇപ്പൊ 1-2 ആളല്ലേ, 26,448 കേരളത്തിലെ ആശാവർക്കർമാരുടെ. അപ്പൊ അവർക്ക് ഇത്രയും ഈ ശമ്പളം കൊടുക്കേണ്ടി വരുമ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 2,000 രൂപയിൽ താഴെയായിരുന്നു 2016 ഇവരുടെ ഓണറേറിയം. അത് ഈ ഗവൺമെന്റ് തന്നെയാണ് ഉയർത്തി ഇപ്പോൾ ഏകദേശം 7,000 രൂപയായിട്ട് വന്നിരിക്കുന്നത്. എല്ലാ കാലങ്ങളിലും അതിനകത്ത് നേരിയ രീതിയിലുള്ള ശമ്പള വർധന ഉണ്ടായിട്ടുണ്ട്. ശമ്പളമല്ല അവർ അത് എത്രയാണ് തുക എന്നുള്ളതാണ് തീർത്തും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമല്ലേ. നമ്മൾ കോവിഡിനെ അതിജീവിച്ചപ്പോൾ ആരാണ് അതിൽ? നമ്മുടെ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒപ്പം നിന്നിട്ടുള്ളത് ആരാണ് എന്ന് നമുക്കറിയാം. ഇപ്പൊ തന്നെ ശ്രീ എളമരം കരീം പറയുന്ന ഈർക്കിൽ സംഘടന ഈ തരത്തിലൊക്കെ അപമാനിക്കുന്നത് ആരെയാണ്? സംഘടനയുടെ വലുപ്പമോ ചെറുപ്പമോ, അതിനപ്പുറത്തേക്ക് സമരമാർഗത്തിലൂടെ മുന്നോട്ട് വന്ന് സമരത്തിലൂടെ എല്ലാം ആർജിച്ചു എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ തീർത്തും പരിഹാസ വാക്കുകളോട് ഒരു സമരത്തെ നേരിടുന്നത്. അതെന്തിനാണെന്നുള്ളതാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഈ 26,000 പേരിൽ വളരെ തുച്ഛമായ ആൾക്കാരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ എനിക്കറിയാം, എന്റെ പ്രദേശത്ത് തന്നെയുള്ള വളരെയധികം പേര് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരല്ല. എന്നാൽ അവർക്ക് ശമ്പള വർധന വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അത് അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരുമില്ലല്ലോ. എത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവർ കൂടുതൽ ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യും. അത് സർവീസ് സംഘടനയായാലും മറ്റു ട്രേഡ് യൂണിയൻ മേഖലയിലായാലും ഒരു കാലാകാലങ്ങളിൽ ശമ്പള പരിഷ്കരണം ആവശ്യമാണ്. ഈ 2,000 രൂപയിൽ നിന്ന് ഈ ശമ്പളം പരിഷ്കരിച്ച് കഴിഞ്ഞ 9 വർഷമായിട്ട് ഉയർത്തി 7,000 രൂപയായിട്ട് കൊണ്ടുപോകും. അതൊരു മഹാകാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ക്രമാനുഗതമായിട്ട് അത് ഉയർത്തി കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടുന്ന ഇൻസെന്റീവ് അവർക്ക് നാളിതുവരെ കൊടുക്കുന്നില്ല. ഒരു വർഷമായിട്ട് ആ കേന്ദ്രത്തിന്റെ വിഹിതം കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്. ഇവര് മാത്രമല്ല, ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ പറഞ്ഞു അവരുടേതും കേന്ദ്രം തരാനുള്ള വിഹിതം തരാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, അതിനകത്തും ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് കുടിശ്ശികയുണ്ട്. അപ്പോൾ ഈ കുടിശ്ശികളെല്ലാം കൂടെ വരുമ്പോൾ ഇത് 1-2 പേരൊന്നും അല്ല, ലക്ഷക്കണക്കിന് പേരാണ് വരുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്ന് പറയുന്ന സംസ്ഥാനം കൊടുക്കുന്നത് 60 ലക്ഷം പേർക്കാണ്. അപ്പോൾ 1 രൂപ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കുടിശ്ശിക വന്നാൽ പ്രതിമാസം വരുന്നത് 60 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ രീതിയിലുള്ള കുടിശ്ശികൾ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, നമുക്കിവിടെ ജീവിത നിലവാരം വളരെ കൂടുതലാണ്. പക്ഷേ അതനുസരിച്ചുള്ള വരുമാനമില്ലാത്ത
ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റു സംസ്ഥാനങ്ങളെ പോലെ അത്ര കണ്ട് വരുമാനം നമ്മുടെ കേരള സംസ്ഥാനത്തിനില്ല. നമ്മുടെ വരുമാനം വളരെ കുറവാണ്. ആ വരുമാനത്തിനകത്തു നിന്നുകൊണ്ട് വേണം നമ്മുടെ വരവും ചെലവും ക്രമീകരിച്ചു പോകാൻ. ശരി, ഇപ്പോഴത്തെ ബജറ്റിൽ അത് വരാതിരുന്നത് നമുക്ക് വളരെ കൂടുതലായിട്ട് സാമ്പത്തിക പ്രതിസന്ധി പല കാര്യങ്ങൾ കൊണ്ടും കേരളം നേരിടുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ പുതിയ പുതിയ പ്രൊവിഷൻ നമുക്ക് അതിനകത്തേക്ക് ചേർത്തുകൊണ്ട് കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും അല്ല അവർക്ക് പണം കൊടുക്കുന്നതിന് ഇൻസെന്റീവ് കൊടുക്കുന്നതിനൊന്നും സംസ്ഥാന ഗവൺമെന്റ് എതിരില്ല. എത്ര രൂപ വേണമെങ്കിലും അവർ കൂട്ടി കൊടുക്കുന്നതിന് ഗവൺമെന്റ് താല്പര്യമാണ്. പക്ഷെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ ഈ പൈസ കൊടുക്കണ്ടേ? ഇപ്പൊ തന്നെ ഉദ്യോഗസ്ഥർ DA കുറവെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു. ഉദ്യോഗസ്ഥർക്ക് ഇവിടെ 20% DA കുടിശ്ശിയാണ്. അത് കൊടുക്കാൻ ഗവൺമെന്റ് പണമില്ല. അപ്പോൾ ആ പണം ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഈ സമരത്തെ നേരിടുന്നത്? പക്ഷെ ഇതാണോ സംഭവിക്കുന്നത്? ശരി, ഇങ്ങനെയാണോ പറയുന്നത്? പാട്ടപ്പിരിവ് നടത്തുന്ന സംഘടന ആ തരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു മുന്നോട്ട് പോവുകയല്ല. പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതുന്നു. തൊഴിലാളികളുടെ മൊത്ത കച്ചവടം ഏറ്റെടുക്കുന്ന പ്രസ്ഥാനവും അതാണ്, തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങളാണ് ഇത്രയും കാലം ചെയ്തതൊക്കെ CITU-കാരാണെന്നുള്ള കാര്യം മറന്നു പോരുതെന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഈ തരത്തിലാണോ ഒരു സമരത്തെ അഭിസംബോധന ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ ഈ ചെയ്തു പോരുന്ന രീതി. അത് ശരിയാണോ? തൊഴിലാളികളെ ആക്ഷേപിക്കുന്ന ഒരു കാരണവശാലും ശരിയല്ല. വിശേഷിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏത് രീതിയിലുള്ള തൊഴിലാളികളെയും ആക്ഷേപിക്കാൻ പാടില്ല. അത് ഏത് സാഹചര്യത്തിലാണ് വിളമാരക്കരയും അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തൊഴിലാളി സംഘത്തെ ചെറുതാകാം വലുതാകാം. പണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും അത്ര വലിയ പാർട്ടിയൊന്നും ആയിരുന്നില്ല. ചെറിയ ചെറിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നതാണ് വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളല്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ എണ്ണം നോക്കിയല്ല നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്. ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, ചിലപ്പോൾ വലിയ പ്രസ്ഥാനമായിരിക്കാം. വലിയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന എത്രയോ സമരങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ചെറിയ പ്രസ്ഥാനങ്ങളുടെ സമരം വിജയിച്ച ചരിത്രമുണ്ട്. അതൊക്കെ നമ്മുടെ ചരിത്രം മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും തൊഴിലാളികളെ ആക്ഷേപിക്കുകയോ അവർ അനാവശ്യമായിട്ട് സമരം ചെയ്യുന്നു പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ അതിന്റെ ഇടയിലേക്ക് മറ്റു തൊഴിലുറപ്പ് തൊഴിലാളി, അത് സ്വാഭാവികം നമ്മൾ എല്ലാ സമരത്തിലും കണ്ടുവരുന്നതാണ്. പല സമരങ്ങളും നടക്കുമ്പോൾ ആ സമരവുമായി ബന്ധമില്ലാത്ത പലരും അതുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഒരു സമരത്തിൽ മാത്രമല്ല, വിദ്യാർത്ഥി സമരമായാലും യുവജനങ്ങളുടെ സമരമായാലും മറ്റ് ട്രേഡ് യൂണിയനുകളുടെ സമരമായാലും അതിലൊക്കെ ഉപരിയായിട്ട് പലപ്പോഴും ഇപ്പോൾ ഇതിനൊരു പുതിയ രാഷ്ട്രീയ മാനം വന്നിരിക്കുന്നു. ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ സമരമായിട്ട് പോലും ഇത് മാറിയിരിക്കുകയാണ്. ഇത് പ്രതിപക്ഷം എനിക്ക് തോന്നുന്നു BJP മാത്രമാണ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരാത്തത്. കോൺഗ്രസും മറ്റുമൊക്കെ ഇതിനെ മറ്റു രീതിയിൽ ഒരു രാഷ്ട്രീയ രീതിയിൽ ഇതിനെ കാണാൻ ശ്രമിക്കുന്നു. ഗവൺമെന്റ് ഒരിക്കലും രാഷ്ട്രീയമായിട്ടല്ല കണ്ടിട്ടുള്ളത്. കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സ്ത്രീകൾ അവർ വളരെ കൂടുതലായിട്ട് ജോലി ചെയ്യുന്നു. അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. എന്റെ വീട്ടിലും വരാറുണ്ട് ആശാവർക്കർമാർ. എന്റെ വീട്ടിൽ വന്ന് കൊച്ചുകുട്ടികളുടെയൊക്കെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴും തിരക്കാറുണ്ട്. അപ്പോൾ അവർക്ക് 7000 രൂപ കൂടുതലാണെന്നും പറയുന്നില്ല. കാര്യം 7000 രൂപ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു തുകയാണ്. പക്ഷെ അതിനുള്ള സാമ്പത്തിക പരിമിതിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റിൽ അങ്ങയുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യം ഉൾപ്പെടെ തിരക്കുന്നുണ്ടെന്ന് പറയുന്ന പോലെ കേരളത്തിൽ മൊത്തം ഇതേ തരത്തിൽ ഇടപെടുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യം നമ്മൾ മറന്നുപോയാലും അത് ഓർത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുമാണ് ഈ ആശാ വർക്കർമാർ. അവരോട് ഈ തരത്തിലാണോ, ഒരു അലിവുമില്ലാതെയാണോ സർക്കാരും ഭരണകൂടവും ഭരിക്കുന്ന പാർട്ടിയുമൊക്കെ നിലപാടുകൾ സ്വീകരിക്കേണ്ടെന്നുള്ളതാണ്. അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി മിനി, നാളെ ഇപ്പോൾ ആലപ്പുഴയിൽ ഇതാ ബദൽ സമരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള നീക്കുപോക്കുകൾ, ഈ തരത്തിലുള്ള ഭിന്നിപ്പിക്കാനുള്ള, പൊളിക്കാനുള്ള ശ്രമം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ടോ? നിങ്ങളുടെ സമരം പൊളിക്കാനാകുമോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഈ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാക്കില്ല. കാരണം 17 ദിവസമായി ഈ സമരമുഖത്തിരുന്നുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും ആശാ വർക്കർമാർ നമ്മളുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഈ സമരമുഖത്ത് വന്നുകൊണ്ടും അതത് PHSകളുടെ മുന്നിലും എല്ലാം സമരത്തിലാണ്, പണിമുടക്കിലാണ്. ബഹുഭൂരിപക്ഷം ആളുകൾ പണിമുടക്കിലാണ്. വളരെ നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഫീൽഡിൽ പോകുന്നത്. അത് CITUവിൻ്റെ ആഭിമുഖ്യത്തിലുള്ള യൂണിയനിലെ പ്രവർത്തകരാണ്. പക്ഷേ ആ പോകുന്നവരോട് നാട്ടുകാർ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നഗരത്തിൽ പൊരി വെയിലത്ത് കുറച്ച് ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സമരം പൊളിക്കാൻ ഫീൽഡിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് ആ സമരമുഖത്ത് പൊയ്ക്കൂടെ എന്ന് ചോദിച്ച് നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയുണ്ട്. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു സമരം നടക്കുകയാണ്. പക്ഷേ ആ സമരമുഖത്തുനിന്നുകൊണ്ട് മറ്റു ആളുകളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. സമരത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ആ തൊഴിലാളികളെ അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ഒരു തൊഴിലാളി സംഘടനയോ അതുമല്ലെങ്കിൽ ആ തൊഴിലാളി വർഗ പാർട്ടിക്കോ ഒന്നും ഒട്ടും ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഇനിയെങ്കിലും അത് മതിയാക്കണം. അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം. മറ്റുള്ള ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ സമയം മെനക്കെടുത്തരുത്. പിന്നെ മറ്റൊന്ന്, കേന്ദ്രമാണ് തരേണ്ടതെങ്കിൽ ആരാണ് ചോദിക്കേണ്ടത്? കേന്ദ്രം പണം തരാനുണ്ടെങ്കിൽ ഏതൊക്കെ വകുപ്പിൽ എത്ര തുക, എത്ര കുടിശ്ശിക എന്ന അക്കൗണ്ട് നിരത്തി ചോദിക്കേണ്ടുന്ന ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരാണ്. ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന MP മാരുണ്ട്. എന്തിനതൊക്കെ പോരാഞ്ഞിട്ട് അവരെ ആരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട്
തോമസ് മാഷിനെ ഡൽഹിയിൽ അവരോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണല്ലോ ഇപ്പോൾ 11 ലക്ഷം രൂപ യാത്രാബത്ത പോലും അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. PSC അംഗങ്ങൾ ആരെങ്കിലും ഇവിടെ നിവേദനം തന്നോ, ഞങ്ങൾക്ക് വളരെ തുച്ഛമായി കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതിരിക്കുകയാണ്, ഞങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന്? അപ്പോൾ ഖജനാവ് നിറച്ച് പണമുണ്ട്, പക്ഷേ പ്രയോറിറ്റി മാറി. അതിവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നൽകാനല്ല, മറിച്ച് മുതലാളിമാർക്ക് കൊടുക്കാനും വമ്പന്മാർക്ക് കൊടുക്കാനും ഇതുപോലുള്ള ഉദ്യോഗസ്ഥർക്കും അതുപോലുള്ള നിയമിച്ചിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. ഞങ്ങൾ സമരത്തിന് വരുന്നതിന് മുമ്പായിരുന്നു ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാമായിരുന്നു. കാരണം അവർക്കൊക്കെ കൊടുത്ത് ഖജനാവ് കാലിയായിരിക്കുന്നു. പക്ഷേ സമരം തുടങ്ങി 12-ാം ദിവസം ഈ ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ അത് ഈ സമരത്തോട് കാണിക്കുന്ന ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്. പക്ഷേ കേരളത്തിലെ ആശാ വർക്കർമാർ ഇത് വിട്ടുതരില്ല എന്ന് തന്നെയാണ് പ്രഖ്യാപനം. കാരണം പൊതുസമൂഹം മുഴുവൻ പിന്തുണച്ച് വരികയാണ്. ജനങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, ഈ സമരം പരാജയപ്പെടരുത്. ഞങ്ങൾ വിചാരിച്ചിരുന്നു നിങ്ങൾ 40,000 30,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളുകളാണെന്ന്. ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോരോ സേവനങ്ങൾ വളരെ ധാർഷ്ട്യത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ അവകാശത്തോടു കൂടി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതാണ് നിങ്ങളുടെ ശമ്പളമെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് പൊതുജനം പറയുന്നൊരവസ്ഥ. പിന്നെ ഇവിടെ UDFൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ ഇതൊരു സമര മേഖലയാണ്. ഈ സമര മുഖത്തേക്ക് ഇന്ത്യൻ പൗരനായിട്ടുള്ള ഏതൊരാൾക്കും കടന്നു വരാം, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും കടന്നു വരാം, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ. പക്ഷേ ഞങ്ങളിവിടെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണിയല്ല. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നിടത്തും എല്ലാ പാർട്ടികളും എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളും ഇവർ തന്നെ ആരോപിക്കുന്നവരുമായിട്ടും കൂട്ടുകെട്ടിലൂടെയാണ് പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ ശുദ്ധമായിരിക്കുന്ന കൈകൾ ഒരു സമരമുഖത്ത് പിന്തുണച്ച് വരുമ്പോൾ അവർ തീവ്രവാദികളും നക്സലേറ്റുകളും നുഴഞ്ഞുകയറ്റക്കാരും പിന്നെ മോശപ്പെട്ട ആളുകളുമായിട്ട് മാറുന്ന വിചിത്രമായ വാദം ദയവ് ചെയ്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകരുത്. ഈ രാജ്യത്ത് ഇടതുപക്ഷം നിലനിൽക്കണം, ജനങ്ങളുടെ പക്ഷം നിലനിൽക്കണം, പാവപ്പെട്ടവൻ്റെ പക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ വെറുതെ കളഞ്ഞു കുളിക്കരുതെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ശരി. എന്തായാലും ശ്രീമതി മിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇവിടെ സർക്കാരിന് കടബാധ്യതയുണ്ട്, സർക്കാരിന് സാമ്പത്തിക ബാധ്യതയുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ആർക്കും അറിയാത്തൊന്നുമല്ല. ഈ നാട്ടിലെ കൊച്ചുകുട്ടിക്ക് വരെ അതറിയാം. പക്ഷെ അതേസമയം തന്നെ സർക്കാർ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ തുക പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യവും ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ സർക്കാർ ആർക്കൊപ്പം നിൽക്കുന്നു, എന്താണ് സർക്കാർ നയമെന്നുൾപ്പെടെയാണ് നമുക്ക് അറിയേണ്ടത്. തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്കാണ്, അഡ്വക്കേറ്റ് ബൽദേവിലേക്കാണ്. ശ്രീ ബൽദേവ്, കുറെ ചോദ്യങ്ങൾ മിനി ഉന്നയിച്ചതിന്റെ ബാക്കി തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇവിടെ PSC ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ശമ്പള വർധനവ് നടത്താനാകുന്നുണ്ട്. നേരത്തെ KV തോമസിന്റെ യാത്രാബത്തയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോഴും ഈ തരത്തിൽ ഇവർക്കൊക്കെ കൂടുതൽ പണം അനുവദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള തുകയാണ് ചോദിക്കുന്നത്. വലിയ പൈസയൊന്നുമല്ല. അവർ ചോദിക്കുന്ന പൈസ എത്രത്തോളം ചെറുതാണെന്നുള്ളത് നമുക്കറിയാം. അത് നൽകാനാകുന്നില്ലെങ്കിൽ പിന്നെ ഈ സർക്കാർ ആർക്കൊപ്പമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ സർക്കാരിന്റെ നയം? PSCയുടെ സാലറി എനിക്കൊന്നും ഞാൻ ഈ മാതൃഭൂമി ചാനൽ തന്നെയാണ് ചർച്ച ചെയ്തത്. കൂട്ടിയത് അന്ന് ഞാൻ പറഞ്ഞാണ് ഇത്രയും വലിയൊരു ഹൈക്ക് ഈ സാമ്പത്തിക പ്രശ്നത്തിൽ വേണ്ടിയിരുന്നില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് നിയമപരമായ ഒരു കാര്യമുണ്ട്. അവർക്കൊരു ജുഡീഷ്യൽ കമ്മീഷന്റെ രീതി അനുസരിച്ചാണ് അവർക്ക് ശമ്പളം കൂട്ടുന്നത്. ഇവിടെ കേരളത്തിൽ ആശാ വർക്കറുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2006 അവർക്ക് ആദ്യമായിട്ട് ശമ്പള പരിഷ്കരണം നടത്തി. പിന്നെ 20 വർഷമായിട്ട് ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ല. നമ്മൾ അതൊരു ചർച്ചയായിട്ട് എടുക്കേണ്ട കാരണം അതിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് 21 പേരാണ്. അതല്ല, ഇത് 26,000 അപ്പൊ അതിനകത്തുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് താങ്ങാൻ പോലും പറ്റുന്ന രീതിയിലുള്ളതല്ല. പിന്നെ KV തോമസിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് മറ്റൊരു വഴിയിലാണ് അത് പോകുന്നത്. ഒരുപാട് കൂട്ടുന്നതിന് ഞങ്ങളൊക്കെ എതിരായിരുന്നു. ഞങ്ങളൊക്കെ LDFിലേക്ക് അത് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും കൂടുതൽ ശമ്പള വർധനവ് തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ആശാ വർക്കറുടെ സമരം നമ്മുടെ മുന്നിൽ നടക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കണം. ഇത് ഘടകകക്ഷികളെല്ലാം തന്നെ LDF നേതൃത്വത്തോടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഘടകകക്ഷികളുടെ ഈ സമരം, ആശാ വർക്കറുടെ സമരം, വിശേഷിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ വളരെ താഴോട്ടിറങ്ങി പ്രവർത്തിക്കുന്നവരാണ് ആശാ വർക്കറിലെ സഹോദരിമാരെല്ലാവരും. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, 26,000 പേരാണ് ഇവർ, 1-2 അല്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വർധന വരുത്തണമെങ്കിൽ പോലും അത് വരുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. ഇങ്ങനൊരു അനുഭവം, ഇങ്ങനൊരു നിലപാടുമൊക്കെ ഈ പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് എളമരം കരീമിന് വീണ്ടും ഇങ്ങനെ എഴുതാനും വീണ്ടും ഈ തരത്തിൽ പ്രതികരിക്കാനും ആലപ്പുഴയിൽ ഈ സമരത്തെ പൊളിക്കാനും ഒരു ബദൽ സമരം ഉണ്ടാക്കാനും ഈ തരത്തിൽ ഓഡിയോ സന്ദേശമൊക്കെ പുറത്തു വരികയാണ്. ഓഡിയോ സന്ദേശത്തിലൊക്കെ തീർത്തും അധിക്ഷേപിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ വരെ, ആശാ വർക്കേഴ്സിന്റെ സമരം നിങ്ങൾക്ക് പൊളിക്കണം, അതിനായി തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാനും ഒക്കെ ആകുന്നത് പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ? ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ സമരത്തിന് ചില രാഷ്ട്രീയ മാനങ്ങൾ വന്നപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം CITUവിന്റെ ഭാഗത്തുണ്ട്. അത് പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയുടെ തീരുമാനമല്ല. അദ്ദേഹം പാർട്ടിയുടെ നേതാവൊക്കെ ആണെങ്കിൽ പോലും
ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ കൈവരിക്കുന്നു. ഗവൺമെന്റിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് ചില പത്രങ്ങൾ, ചില മാധ്യമങ്ങൾ വളരെ കൂടുതൽ നമുക്ക് തന്നെ അറിയാം. ഈ ചാനലിൽ തന്നെ 2-3 പ്രാവശ്യം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ മാധ്യമങ്ങളൊക്കെ ഇത് വളരെ ഏറ്റെടുത്തുകൊണ്ട് ഇടത് ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രചരണമായിട്ട് ഇതിനെ കണ്ടു. അത് മാത്രം അവരാരും, ഞാൻ നേരത്തെ പറഞ്ഞതും മന്ത്രി വീണ പറഞ്ഞതും, കേന്ദ്ര ഗവൺമെന്റ് 60% തരാൻ കുടിശ്ശികയുള്ള ഒരു വർഷമായിട്ട് തരുന്നില്ല. അത് എത്ര കോടി രൂപ വരും? 26,000 പേർക്ക് 60% തരുമ്പോൾ എത്രയോ കോടി രൂപ വരും? അതൊന്നും ഹൈലൈറ്റ് ചെയ്യാതെ സംസ്ഥാന ഗവൺമെന്റ് PSC മെമ്പർമാർക്ക് സമരം ചെയ്യുന്നവർക്കെതിരെ കേസെടുത്തിട്ടും സമരം ചെയ്യുന്നവരെ ഇത്രയും 17 ദിവസമായി കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരെ പ്രത്യേകിച്ചൊരു പ്രചാരണമൊന്നും ആരും നടത്തേണ്ടതില്ലല്ലോ. ഇനി അങ്ങനെ ഒരു പ്രചാരണത്തിലേക്കൊക്കെ ഇത് പോകുന്നു എന്ന അവസ്ഥ വരുമ്പോൾ അതിനെ ഇല്ലാണ്ടാക്കുകയും ഇവർക്ക് തീർത്തും ഇവരെ കൂടി ചേർത്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഒപ്പം നിന്നുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ തന്നെയല്ലേ? സർക്കാരിന് സാധിക്കാത്തതല്ലേ? വേറെ എവിടെയല്ലല്ലോ സമരം നടക്കുന്നത്, ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കില്ലല്ലേ? അല്ല, സർക്കാർ അതിന് തയ്യാറാണ്. സർക്കാർ പറഞ്ഞ എന്താ? സർക്കാരിന് ഇപ്പോൾ ഉടനെ അവർക്ക് അത്രയും വലിയ എന്തെങ്കിലും ശമ്പള വർധന വരുത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോൾ കൊടുക്കാം. എന്തിന് 5.5 ലക്ഷം വരെ? ഒരു 26,000 5.5 ലക്ഷം വരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് 20% DA കൊടുത്തിട്ടില്ല. 3 ലക്ഷം വരുന്ന പെൻഷൻകാർക്ക് DA കൊടുത്തിട്ടില്ല. അവരൊരിക്കലും പറഞ്ഞ അവര് ഹൈക്കോടതിയിൽ കേസ് പോയി. കേരള ഹൈക്കോടതിയിൽ കേസ് നടപ്പുണ്ട്. പെൻഷൻകാരുടെ ഉദ്യോഗസ്ഥരുടെയും ഗവൺമെന്റ് അവിടെ കൊടുത്തേക്ക് സത്യാമൂലം എന്താ? ഗവൺമെന്റിന് സാമ്പത്തികം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ DA പരിപൂർണമായിട്ട് കുടിശ്ശിക തീർക്കാം. ഈ ബജറ്റിൽ എന്താ? ഒരു DA ആണ് പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ജൂൺ മാസത്തിൽ കൊടുക്കേണ്ടതാണ് DA. അല്ലാതെ ബാക്കി കുടിശ്ശികൾ അതുപോലെ നിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നു. അത് ഒന്നുകൂടെ ഞാൻ പറയാം, മിനി ചോദിച്ചതിന് ഒരു മറുപടി കൂടെ പറയാം. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരാനുള്ള പദ്ധതി വിഹിതവും ഫണ്ടും ഒക്കെ വെട്ടിക്കുറച്ചതിനെതിരെ ആ തുക അനുവദിക്കണമെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ കേസ് കിടക്കുന്നുണ്ട്. ആ ഹൈക്കോടതി കേസ് കേന്ദ്ര ഗവൺമെന്റോട് മറുപടി ചോദിച്ചിട്ടുണ്ട്. ആ കോടതി കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. മിനി പറഞ്ഞു ഗവൺമെന്റ് ആവശ്യപ്പെടുന്നില്ല എന്ന്. ഗവൺമെന്റ് നേരിട്ട് ആവശ്യപ്പെട്ട് കേന്ദ്രം തരാഞ്ഞതുകൊണ്ടാണ് ഹൈക്കോടതി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് അർഹതപ്പെട്ട വിഹിതം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസ് കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴും നിലവിലുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് അപ്പിയർ ചെയ്ത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിന് പ്രഖ്യാപനം നടത്താൻ പറ്റൂ. 8,50,000 ഉണ്ട് ഉദ്യോഗസ്ഥരും പെൻഷൻകാരുടെ. അവർക്കും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശിയാണ്. 10-20% DA എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഓരോ ഉദ്യോഗസ്ഥരും കുടിശ്ശി വരും. ശമ്പള പരിഷ്കരണം 21 നടത്തി, അതിന്റെ ബാധ്യത ഇവരെ തീർത്തിട്ടില്ല. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ ബാധ്യതയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും പരിധി കൂട്ടിക്കൊടുക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനം. പക്ഷെ അതിനുള്ള സാമ്പത്തിക ബാധ്യതയില്ല. അതുണ്ടാകുമ്പോൾ അത് ചെയ്തിരിക്കുമെന്നാണ് LDF എല്ലാ ഘടകകക്ഷികളും പറഞ്ഞിരുന്നത്. ഗവൺമെന്റ് തുടർന്ന് പോയിക്കോട്ടെ എന്നുള്ളതാണ്. അതിനെ ഇനി സമരം തുടർന്ന് പോവുകയാണെങ്കിൽ അതിനെ പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ ആ തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളും ബദൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതൊക്കെയാണ് എന്തായാലും നിലപാട്. ശ്രീമതി മിനി, എത്ര തവണ, ഇന്നിപ്പോ 17 ദിവസമായി, എത്ര തവണ ആരൊക്കെ ഈ തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്കൊപ്പം വരികയോ ആ തരത്തിൽ പ്രതികരിക്കുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഇനിയൊരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ യാതൊരാളും തന്നെ ഇതുവരെ സമീപിച്ചിട്ടില്ല. തുടക്കത്തിൽ മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത ഒരു ചർച്ച, അതും 5-ാം ദിവസം വിളിച്ചു ചേർത്ത ഒരു ചർച്ചയാണുള്ളത്. അതൊരു ചർച്ചയെന്ന് പറയാനില്ല. ഞങ്ങൾ ആലോചിക്കട്ടെ, ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിക്കട്ടെ. അത് കഴിഞ്ഞ മാസവും പറഞ്ഞ കാര്യമാണ്. അത് തന്നെ ആവർത്തിച്ചു, അത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ചർച്ചയ്ക്കുള്ള യാതൊരു വകുപ്പും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പരിപാടി നടന്നില്ല, ഇതുവരെയും നടത്തിയിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ എങ്ങനെ ഈ സമരം പൊളിക്കാം, എങ്ങനെ അതിനെ കരിവാരി തേക്കാം, എങ്ങനെ അധിക്ഷേപിക്കാം, എങ്ങനെ അപഹസിക്കാം എന്നതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ പരിഹാരം ഉണ്ടാകാത്തത്. അതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ ഈ നിമിഷം ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഏറ്റവും അനുകൂലമായൊരു തീരുമാനമെടുത്താൽ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കേരള ഗവൺമെൻറ്റിന് തന്നെ ഒരു പൊൻതൂവലാവുന്ന ഒരു നിർണായകമായ ഒരു സന്ദർഭമായിരിക്കും. കാരണം തൊഴിലാളികളിൽ നിന്നും അകന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് എത്ര കാലം പോകാൻ പറ്റും? പാവപ്പെട്ടവർ അകന്നുകൊണ്ട് അത് പച്ചയായി പറഞ്ഞുകൊണ്ട് സമരത്തെ പൊളിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളിലൂടെ, കാരണം ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാ സന്ദേശങ്ങളും പുറത്ത് അവർ പ്രചരിപ്പിച്ച് 2 സെക്കൻഡിനുള്ളിൽ അത് പുറത്തേക്ക് വരികയാണ്. എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. പിന്നെ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഈ ആശാവർക്കർമാരെ മുഴുവൻ പിരിച്ചുവിട്ടിട്ട് പുതിയ ആളുകളെ എടുക്കുമെന്ന് പറയുന്നത് എന്തൊക്കെ തരം ഭീഷണിയാണ് നടത്തുന്നത്? ഇങ്ങനെയാണോ ഒരു സമരത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ഇവിടെ ആന്റണി ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരം 32 ദിവസം നടന്നില്ലേ? അതെങ്ങനെയാണ് ആ സമരം നടത്തിയത്? മുഴുവൻ ജീവനക്കാരും പുറത്തേക്ക് ഇറങ്ങി വന്ന് സമരം നടത്തിയില്ലേ? അന്ന് പ്രഖ്യാപിച്ച ചില കണക്കുകളുണ്ട്.
ഈ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുവേണ്ട വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, അതിൽ നിന്ന് വരുമാനം കണ്ടെത്താത്ത വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് കണക്കുകൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ വന്നതല്ലേ. ഇപ്പോഴെടുത്താലും പറ്റും. ഇപ്പോൾ വരുമാനം ഇല്ലെന്നാണ് പറയുന്നത്. ആർക്ക് തരാൻ? ആശാവർക്കർ തരാൻ. അപ്പോൾ ഈ കെ വി തോമസ് മാഷിൻ്റെ പണി എന്താണ്? സർക്കാർ മന്ത്രി വീണ ജോർജും ആശാവർക്കർമാരും കൂടെ ഡൽഹിയിൽ പോയി സമരം ചെയ്ത് പൈസ വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതാണോ അവസ്ഥ? അല്ലെങ്കിൽ ഓരോ വിഭാഗം ആളുകൾക്കും അവരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അവരൊക്കെ ഡൽഹിയിൽ പോലാണോ ചെയ്യേണ്ടുന്നത്? മറിച്ച് അതിന് നമ്മൾ ഇവിടെ ഉണ്ട് ചില വ്യവസ്ഥകളോട് ചില ഏർപ്പാടുണ്ട്. അതുമൊക്കെ കടന്നിട്ടാണ് തോമസ് മാഷ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തോമസ് മാഷ് സത്യത്തിൽ അവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഗവൺമെൻറ്, അതിൻ്റെ വക്താക്കൾ ബാധ്യസ്ഥരാണ്. എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ശരി, ഈ സമരം വിജയിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയൂ. ശരി, ശ്രീ ബൽദേവിനുള്ള മറുപടി കൂടി ആയിക്കൊണ്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 5-ാം ദിവസം, സമരത്തിന്റെ 5-ാം ദിവസം മാത്രമാണ് ആരോഗ്യമന്ത്രി ഒന്ന് സംസാരിച്ചത്. പിന്നീട് ഒരു തരത്തിലുള്ള സംസാരമോ ചർച്ചയോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ സമരം തുടരുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യാൻ പകരം ആളുകളെ വെക്കുമെന്നോ ഉൾപ്പെടെയുള്ള ഭീഷണിയുമുണ്ട്. ശ്രീ ബൽദേവ്, ഒരു മറുപടി അങ്ങേക്ക് നൽകാനാകുമെങ്കിൽ ഒറ്റവരിയിൽ മറുപടി നൽകാം, അതിനുശേഷം ചർച്ച അവസാനിപ്പിക്കാം. അല്ല, തീർച്ചയായിട്ടും സമരം വരുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു സന്ധിയുമായിട്ട് ചേർന്ന് പോകുന്നില്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റ് ആയാലും ആ സമരത്തിനെതിരെ ഒരു നിലപാടെടുക്കും. കാര്യം ആശാവർക്കർമാരുടെ പ്രവർത്തനം നടക്കാതെ വരുന്നു. ഏതെങ്കിലും ഒരു മേഖലയിൽ സമരം ചെയ്താൽ പലപ്പോഴും ഉള്ളതാണ് സസ്പെൻഷനും ഡിസ്മിസലും, പകരം ആളിനെ വെക്കി പ്രവർത്തിക്കുന്നത്. അത് ഈ സമരമേഖലയിൽ നിന്നല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ആയാലും ഏത് സർവീസ് സംഘടന ആയാലും ട്രേഡ് യൂണിയൻ ആയാലും ഗവൺമെന്റിന്റെ മെഷീനറി ഉപയോഗിച്ച് പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാതെ, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കാതെ പകരം ആളുകളെ വെക്കുന്നതാണോ നയം? അതാണോ ശരി? അതല്ല ഞാൻ പറഞ്ഞ ഒരു സമരം ഗവൺമെന്റിനെതിരെ വരുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റുമായിട്ട് സന്ധിയിൽ പോകുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ആ സമരത്തിനെതിരെ അത് ഏതൊരു ഗവൺമെന്റ് ചെയ്യുന്നതാണ്. സംസ്ഥാന ഗവൺമെന്റ് എന്നല്ല, ഏതൊരു ഗവൺമെന്റ് ആര് ഭരിച്ചാലും അവരുമായിട്ട് സന്ധിയായി പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആ സമരത്തെ നിർവീര്യപ്പെടുത്താനായിട്ട് ഏതൊരു ഗവൺമെന്റ് ശ്രമിക്കും. അതിന് നമ്മളൊരു പുതുതായിട്ട് കാണേണ്ട കാര്യമില്ല. അത് സംസാരത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തതും സർക്കാരിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറയാനുണ്ടെങ്കിൽ, നാളേക്ക് ശരിയാക്കാമെന്ന് പറയാനുണ്ടെങ്കിൽ വീണ്ടും ഒരു ഉറപ്പ് നൽകാൻ സാധിക്കാത്തോ എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഗവൺമെന്റ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന അറിവ്. ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണം പറഞ്ഞിട്ടുള്ളതാണ്. ശരി, എന്തായാലും എത്രയും പെട്ടെന്ന് ചർച്ച നടക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും പിന്നോട്ടില്ല എന്നുള്ള കാര്യം ആശാവർക്കർമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. 17-ാം ദിവസവുമായി അവരുടെ സമരം, ഏറ്റവും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം പുരോഗമിക്കുകയാണ്. നന്ദി ശ്രീമതി ബിനി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ബൽദേവ്.